അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വിമാനത്തിന്റെ വാതിലുകൾ തുറന്നപ്പോൾ മുതൽ സൗദി അറേബ്യയുടെ മണമുള്ള കാറ്റ് ബുഷിയെയും അജ്മലിനെയും സ്വാഗതം ചെയ്തു. സൗദി എയർപോർട്ടിൽ കാലുകുത്തിയപ്പോൾ അജ്മലിന്റെ മുഖത്ത് വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു. കാരണം മദീനയുടെ ആ ഭാഗത്താണ് അവന്റെ പ്രിയപ്പെട്ട ഭാര്യ ഹംദയുള്ളത്. എന്നാൽ ബുഷിയുടെ മനസ്സിലാകട്ടെ വാക്കുകൾക്കതീതമായ ഒരു വലിയ ആശ്വാസമായിരുന്നു നിറഞ്ഞു നിന്നത്. അവളുടെ പെറ്റമ്മയെക്കുറിച്ച് ഓർത്തപ്പോൾ അവളുടെ ഉള്ളിൽ വലിയൊരു നോവായിരുന്നു. സ്വന്തം മാതാവ് തന്നെ എന്തിനൊക്കെയോ വേണ്ടി നിർബന്ധിക്കുകയും തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൽ നിന്ന് തന്നെ അകന്നു നിൽക്കാൻ നിരന്തരം ഉപദേശിക്കുകയും ചെയ്തപ്പോൾ ബുഷിയുടെ നെഞ്ച് തകർന്നു പോയിരുന്നു. സ്നേഹിക്കേണ്ടവർ തന്നെ അകറ്റാൻ നോക്കുമ്പോൾ ഒറ്റപ്പെട്ടു പോയ അവൾക്ക് പക്ഷേ മറ്റൊരു ഉമ്മയുണ്ടായതുപോലെ അവൾക്ക് തോന്നി. അതെ, അതാണ് ബുഷിയുടെ സ്വന്തം അറബി ഉമ്മ. അറബി ഉമ്മയുടെ അരികിലേക്കൊന്ന് എത്തിപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളുമെല്ലാം മാറും എന്നവൾ വിശ്വസിച്ചു. അറബി ഉമ്മ, അതെ, ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് ബഹുമാനമാണ്. ബുഷി, അജ്മൽ വിളിച്ചു. ആ ഇക്ക, നമ്മൾ അറബി ഉമ്മയുടെ അരികിലേക്കാണ് കേട്ടോ പോകുന്നത്. അറബി ഉമ്മ, ആ പേര് മനസ്സിൽ വന്നപ്പോൾ തന്നെ ബുഷിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ആ നല്ല മനുഷ്യ സ്ത്രീയെ കുറിച്ച് ഓർക്കുമ്പോൾ അവളുടെ മനസ്സിന് വല്ലാത്തൊരു കുളിർമയും സന്തോഷവും തോന്നി. വളരെ ഉയർന്ന വ്യക്തിത്വത്തിന് ഉടമയാണ് അറബി ഉമ്മ. വിഷമിച്ചു നിൽക്കുന്ന ഏത് മനുഷ്യനെയും ഒരു വാക്കുകൊണ്ട് ആശ്വാസം പകരുന്ന, ഒരുപാട് പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്ന കാരുണ്യത്തിന്റെ പ്രതീകമായ ആ ഉമ്മയുടെ സ്നേഹം അവൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. എല്ലാം കൊണ്ടും നന്മ നിറഞ്ഞ ആ ഉമ്മയുടെ അടുത്തേക്കാണ് ഇപ്പോൾ അവൾ യാത്ര തിരിക്കുന്നത്. എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി അവർ മദീനയിലേക്ക് ടാക്സി അന്വേഷിച്ചു. സൗദി എയർപോർട്ടിൽ നിന്ന് മദീനയിലേക്ക് ഏകദേശം 350 മുതൽ 400 കിലോമീറ്റർ വരെ ദൂരമുണ്ട്. ആ വലിയ ദൂരം താണ്ടാൻ അവർ ഒരു ടാക്സി വിളിക്കുവാൻ തീരുമാനിച്ചു. ടാക്സി ഡ്രൈവറുടെ അരികിൽ ചെന്ന് അതെ, മദീനയിലേക്ക് എന്ന് പറഞ്ഞപ്പോൾ അറബിയമ്മയുടെ വീട്ടിലേക്ക് ആണോ എന്നവർ ചോദിച്ചു. യെസ്. എന്നാൽ അജ്മൽ ലക്ഷ്യസ്ഥാനം പറഞ്ഞപ്പോൾ ആ സൗദി ഡ്രൈവർ നിറഞ്ഞ പുഞ്ചിരിയോടെ മാഷാ അല്ലാ എന്ന് പറഞ്ഞു. മദീനയിലേക്കുള്ള ആ വിശുദ്ധ യാത്രയുടെ മാധുര്യവും അവിടെ കാത്തിരിക്കുന്ന അറബി ഉമ്മയുടെ സ്നേഹവും ആ ഡ്രൈവറുടെ മുഖത്തും പ്രതിഫലിച്ചിരുന്നു. അവർ പെട്ടികളും ബാഗുകളും ടാക്സിയിലെ ഡിക്കിയിലേക്ക് വെച്ച് സ്നേഹം നിറഞ്ഞ യാത്രയിലേക്ക് മനസ്സും ശരീരവും സമർപ്പിച്ച് കാറിലേക്ക് കയറി. കിലോമീറ്ററുകൾ താണ്ടി മദീനയുടെ മനോഹരമായ വീഥികളിലൂടെ അറബി ഉമ്മയുടെ വാത്സല്യം നുകരാൻ പോകുന്ന ആ നിമിഷങ്ങളിൽ ബുഷിയുടെ സങ്കടങ്ങളെല്ലാം പമ്പ കടന്നിരുന്നു. മനസ്സിന് ഒരുപാട് സന്തോഷവുമായി അവർ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങി. സൗദി എയർപോർട്ടിലെ തിരക്കുകളിൽ നിന്നും പുറത്തു കടന്ന് മദീനയിലേക്കുള്ള ടാക്സിയുടെ പിൻസീറ്റിലേക്ക് ബുഷി തന്റെ പ്രിയപ്പെട്ട ഇക്കാക്കയായ അജ്മലിനോടൊപ്പം കയറിയിരുന്നു. നീണ്ട യാത്രയുടെയും മനസ്സിനെ വല്ലാതെ ഉലച്ച സംഭവങ്ങളുടെയും ക്ഷീണം അവളുടെ മുഖത്ത് നിഴലിച്ചിരുന്നു. ഇടയ്ക്കിടെ കണ്ണീർ തുള്ളികൾ പൊടിയുന്ന അവളുടെ കണ്ണുകളിലേക്ക് അജ്മൽ വാത്സല്യത്തോടെയും ആദിയോടെയും നോക്കി. എന്നാൽ ആ യാത്ര കേവലമൊരു ദേശാടനമായിരുന്നില്ല, മറിച്ച് ആത്മാവിന് കുളിർമയേകുന്നൊരു വലിയ പുണ്യയാത്രയായിരുന്നു അത്. മദീനയിലേക്കുള്ള യാത്ര എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സ് വല്ലാതെ സുഗന്ധത്താൽ നിറയുന്നത് പോലെയാണ്. കാരണം അവിടെയാണ് ലോകത്തിന്റെ പ്രിയപ്പെട്ട മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്നത്. മുത്ത് ഹബീബിന്റെ സൗദത്തിലേക്ക് യാത്ര തിരിക്കുന്ന അതേ ആ പുണ്യ അനുഭൂതിയാണ് അവർ അപ്പോൾ തേടിപ്പോകുന്ന അറബി ഉമ്മയുടെ അടുത്തേക്കുള്ള യാത്രക്കുമുള്ളത്. ബുഷി അജ്മലിന്റെ തോളിൽ ചാരിക്കിടന്നു. തന്റെ പ്രിയപ്പെട്ട പെങ്ങളെ അവൻ ചേർത്ത് പിടിച്ചു. അതെ, അവളുടെ ഷാളിന്റെ തട്ടത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന മുടിയിഴകളെല്ലാം അവൻ ഉള്ളിൽ ഒതുക്കി കൊടുത്തു. പാവന്റെ മോള്. അല്ലാ, ജീവിതത്തിൽ എത്രമാത്രം വിഷമങ്ങള് സംഭവിച്ചു എൻ്റെ കുട്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ കുട്ടിയെ കാത്തു രക്ഷിക്കണേ അല്ലാ. കോടികൾ വിലമതിക്കുന്ന വലിയൊരു കൊട്ടാരം പോലത്തെ പുതിയ വീട് തൊട്ടപ്പുറത്തുണ്ടായിട്ടും അതിലൊന്നും അറബി ഉമ്മയ്ക്ക് യാതൊരു മോഹവും ഉണ്ടായിരുന്നില്ല. പുതിയ വീട് തേടി വരുന്ന അതിഥികൾക്കും അർഹരായവർക്കും ആ വീട് ഉമ്മ സന്തോഷത്തോടെ ഗിഫ്റ്റായി നൽകുകയാണ് പതിവ്. ആകാശത്തോളം വലിയ ആഡംബരേക്കാൾ ഉമ്മക്ക് പ്രിയം റൗള ഷെരീഫിന്റെ തൊട്ടടുത്തുള്ള ആ പഴയ വീടായിരുന്നു. ആ വീടൊന്ന് റിന്യൂവൽ ചെയ്ത് മനോഹരമായി സെറ്റ് ചെയ്ത് അറബി ഉമ്മ അവിടെ തന്നെയാണ് താമസിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല,
മുത്ത് ഹബീബിന്റെ ആത്മീയ സുഗന്ധം പരക്കുന്ന റൗള ഷെരീഫിന് തൊട്ടടുത്തായിരിക്കണം അറബി ഉമ്മയുടെ അവസാന കാലം എന്നത് അവരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഇടയ്ക്കിടെ ഹബീബിന്റെ സവയത്തിലേക്ക് നടന്നുപോയി അസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാ എന്ന് സലാം പറയുവാനും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാനും നിസ്കരിക്കുവാനുമാണ് അറബി ഉമ്മക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ തന്റെ പ്രിയപ്പെട്ട മകൻ തലാലിനോട് എപ്പോഴും പറയുമായിരുന്നു, പൊന്നുമോനെ തലാൽ, മരിക്കുവോളം ഞാൻ ഈ മദീനയിൽ ഹബീബിന്റെ തണലിൽ തന്നെ നിന്നോളാം. ആ പുതിയ വീടിനെ കുറിച്ചോ മറ്റൊന്നും നീ വിഷമിക്കണ്ട. എനിക്കിതിലും വലിയൊരു സന്തോഷം വേറെ ഇല്ല മോനെ. മകനോടുള്ള ആ സ്നേഹവും പ്രാർത്ഥനയും ആ സൗദി മണ്ണിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു. അറബി ഉമ്മയുടെ ആ സ്നേഹ വീടിന്റെ പടിവാതിൽക്കലേക്ക് ടാക്സി അടുക്കുമ്പോൾ ബുഷിയുടെ കണ്ണിലെ കണ്ണീർ പതുക്കെ മാഞ്ഞു തുടങ്ങിയിരുന്നു. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ വലിയ കൊട്ടാരങ്ങളും കോടികളും തേടിപ്പോകുമ്പോൾ ഹബീബിന്റെ പൂന്തോട്ടത്തിനരികിൽ അള്ളാഹുവിന്റെ സ്നേഹവും പറഞ്ഞിരിക്കുന്ന ആ അറബി ഉമ്മയുടെ അടുത്തേക്കെത്തുമ്പോൾ താൻ അനുഭവിച്ച സങ്കടങ്ങളെല്ലാം പമ്പ കടക്കുന്നതായിട്ട് അവൾക്ക് തോന്നി. ഹബീബിന്റെ മണ്ണിലെ ആ പുണ്യ തീർത്ഥാടനം അവളുടെ മനസ്സിന് പുതിയൊരു വെളിച്ചം പകരുകയായിരുന്നു. ടാക്സിയുടെ പിൻസീറ്റിൽ തളർന്നിരുന്ന ബുഷിയുടെ മനസ്സ് അപ്പോഴും ഒരു വലിയ ചിന്താകുഴപ്പത്തിലായിരുന്നു. കണ്ണുകളടച്ച് പ്രിയപ്പെട്ട ഇക്കാക്ക അജ്മലിന്റെ അരികിലെത്തുമ്പോൾ അവളുടെ ചിന്തകൾ ഓടിയെത്തിയത് തന്റെ പ്രിയപ്പെട്ടവൻ അൻഷിഫിന്റെ അരികിലേക്കാണ്. മദീനയുടെ മണ്ണിലെവിടെയോ അവൻ തന്നെ കാത്തു നിൽക്കുന്നുണ്ട് എന്നൊരു തോന്നൽ, അതിനെക്കുറിച്ച് ശക്തമായൊരു ഉൾക്കാഴ്ച അവളുടെ മനസ്സിൽ മിന്നിമറഞ്ഞു. അവൻ അവിടെ ICUവിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണെന്ന യാഥാർത്ഥ്യം അവളുടെ നെഞ്ച് പിടിപ്പിക്കുന്നുണ്ടെങ്കിലും എങ്ങനെയോ തന്റെ പ്രിയപ്പെട്ടവൻ ഈ വിശുദ്ധ മരുഭൂമിയിൽ ഉണ്ടായിരിക്കും എന്നൊരു തോന്നൽ അവൾക്ക് വലിയൊരു ആശ്വാസം പോലെ തോന്നിപ്പോയി. ഇല്ല, എൻ്റെയൊക്കെ ഇവിടെ ഉണ്ടാവും, അൻഷിഫ്ഖാൻ ഞാൻ ഇവിടെ വെച്ച് കാണും. അതെ, എനിക്ക് തോന്നുന്നു ഇവിടെ എവിടെയോ എന്നെ കാത്തിരിപ്പുണ്ടെന്ന്. അദ്ദേഹം അസുഖമായിട്ട് അവിടെ കിടക്കുന്നില്ല, അദ്ദേഹം എൻ്റെ കൂടെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നൊരു തോന്നൽ അവളെ അലട്ടിക്കൊണ്ടിരുന്നു. അല്ല, അങ്ങനെയാണെങ്കിൽ എത്ര നന്നായിരുന്നു. തൻ്റെ മനസ്സിൽ ഉറപ്പിച്ച ആ തീരുമാനത്തെക്കുറിച്ച് അവൾ വെറുതെ ആലോചിച്ചു. ICUവിൽ തളർന്നു കിടക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ എല്ലാ ചികിത്സാ ചെലവുകളും താൻ നേരിട്ട് ഏറ്റെടുക്കും. അദ്ദേഹത്തെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരികെ കൊണ്ടുവരും. അതിനുശേഷം ഈ മദീനയുടെ പുണ്യഭൂമിയിൽ ഞാനും എൻ്റെ പ്രിയപ്പെട്ടവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും എന്നേക്കുമായി ജീവിക്കും. ഇനി ഒരിക്കൽ പോലും നാട്ടിലേക്ക് മടങ്ങാൻ അവൾ ആഗ്രഹിച്ചില്ല. കാരണം നാട്ടിൽ ഫുൾ ചതിയന്മാരാണ്. സ്വന്തം രക്തത്തിൽ പിറന്നവർ പോലും ചതിക്കുന്ന വഞ്ചന നിറഞ്ഞ കേരളത്തിലെ ആ ചുറ്റുപാടുകളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവളുടെ ഉള്ളിൽ വെറുപ്പും വേദനയും മാത്രം ബാക്കിയായി. സ്വന്തം പ്രസവിച്ച ജന്മം നൽകിയ ഉമ്മ വരെ തന്നെ ചതിക്കുന്ന ആ ഒരവസ്ഥ, അത് തൻ്റെ ഏതോ ഒരാൾക്ക് വേണ്ടി തന്നെ ബലി കൊടുക്കുന്ന അവസ്ഥ, അവൾക്ക് അത് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. എന്നാൽ ഈ അറബി ഉമ്മയുടെ നാട്ടിൽ യാതൊരു ചതിയും വഞ്ചനയും ഉണ്ടാവില്ലെന്ന് ബുഷി ഉറച്ചു വിശ്വസിച്ചു. അവർ ഒരിക്കൽ പോലും ആരെയും വഞ്ചിക്കില്ല. കാരണം അവർ അള്ളാഹുവിനെയും റസൂലിനെയും പൂർണ്ണമായി സ്നേഹിക്കുന്നവരാണ്. അള്ളാഹുവിൻ്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഭയപ്പെടാൻ അള്ളാഹു അല്ലാതെ ആരുടെയും ആവശ്യമില്ല. നീതിയും സ്നേഹവും മാത്രം നിറഞ്ഞ ആ മനുഷ്യരുടെ ഇടയിൽ തൻ്റെ ജീവിതം സുരക്ഷിതമായിരിക്കുമെന്ന് അവൾ തിരിച്ചറിഞ്ഞു. പഠിച്ചോനെ, സ്നേഹമുള്ള, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ടാകും. അതിൽ പെട്ടതാണ് അറബി ഉമ്മ. ആ അറബി ഉമ്മയുടെ അരികിലേക്കാണല്ലോ റബ്ബേ ഞാൻ എത്തുന്നത്. മദീനയുടെ തണുത്ത കാറ്റും ഹബീബിൻ്റെ സാന്നിധ്യവും അറബി ഉമ്മയുടെ സ്നേഹവും തൻ്റെ എല്ലാ സങ്കടങ്ങൾക്കും ഒരു വിരാമമിടുമെന്നും തൻ്റെ പ്രിയപ്പെട്ട അൻഷിഫിനെ തിരികെ പിടിച്ചെടുത്ത് ഈ മണ്ണിൽ സ്വൈര്യമായി ജീവിക്കാമെന്നുമുള്ള ആത്മവിശ്വാസത്തോടെ ബുഷി തൻ്റെ കണ്ണുകൾ തുറന്നു. ആ യാത്ര അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറിക്കഴിഞ്ഞിരുന്നു. ടാക്സിയുടെ പിൻസീറ്റിൽ ചിന്തകളിൽ ആണ്ടുപോയ ബുഷിയെ സ്നേഹത്തോടെ തട്ടി വിളിച്ചത് അജ്മലിൻ്റെ സ്വരമായിരുന്നു. ബുഷി, ബുഷി, മോളെ, മോളെ, എഴുന്നേൽക്ക്. ഇക്ക. ബുഷി ഞെട്ടി ഉണർന്ന് ചുറ്റും നോക്കി. കണ്ണുകൾ തുടച്ച് അവൾ ചോദിച്ചു, ഇക്ക, നമ്മൾ എത്തിയോ? ഇനിയൊരു 10-15 മിനിറ്റ് കൂടി മാത്രം മതി മോളെ, നമുക്ക് അറബി ഉമ്മയുടെ അരികിലെത്താം. അജ്മൽ പുഞ്ചിരിയോടെ പറഞ്ഞു. ആ വാക്കുകൾ കേട്ടതും ക്ഷീണം മറന്ന് ബുഷി പെട്ടെന്ന് ഫ്രഷ് ആകാൻ ശ്രമിച്ചു. നീണ്ട യാത്രയിൽ ആകെ പാറിപ്പറന്ന തൻ്റെ മുടിയും ഷാളും അവൾ ഭംഗിയായി ഒതുക്കി വെച്ചു. കുഞ്ഞുങ്ങളെ പോലെ അവൾ ആശ്വസിപ്പിച്ചുകൊണ്ട് അജ്മൽ പറഞ്ഞു, ഇനി വിഷമിക്കരുത് മോളെ, നമ്മൾ അറബി ഉമ്മയുടെ അടുത്തെത്തിയാൽ പിന്നെ എല്ലാ ടെൻഷനും തീർന്നു.
മോൾക്ക് ഉമ്മയുടെ കൂടെ കുറേ കാലം ജീവിച്ച പരിചയമുള്ളതല്ലേ? ഉമ്മയെ ഒത്തിരി ഇഷ്ടമല്ലേ? ഇക്ക, അതെ, ഒത്തിരി ഇഷ്ടമാണ്. അവൾ കണ്ണുകളിൽ സന്തോഷം നിറച്ചുകൊണ്ട് തലയാട്ടി. ഉമ്മയുടെ കൂടെയുള്ള പഴയ വിശേഷങ്ങളും അവിടെ അനുഭവിച്ച സ്നേഹവും അവളുടെ ഓർമ്മയിലേക്ക് വന്നു. അവിടെ മനസ്സമാധാനവും സന്തോഷവുമില്ലാതെ മറ്റൊന്നുമില്ലെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. അറബിയുമ്മയുടെ അരികിലെത്തിയാൽ സമാധാനമായി. എനിക്കുറപ്പുണ്ട്. കാരണം അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന, അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന അവരാണ് അറബിയുമ്മ എന്ന് വെച്ചാൽ. അതുകൊണ്ട് തന്നെ അവർ ആരെയും ബുദ്ധിമുട്ടാക്കില്ല. സത്യസന്ധമായത് അവർ പറയും, അവർ ചെയ്യും. അതിനപ്പുറമായി ഒരു കളവും വഞ്ചനയും എൻ്റെ അറബിയുമ്മ ചെയ്യില്ല. ബുഷി അറബിയുമ്മയെക്കുറിച്ച് ഓർത്തു. അങ്ങനെ അവർ ലക്ഷ്യസ്ഥാനത്തേക്ക് അടുക്കുകയായിരുന്നു. ടാക്സി മുന്നോട്ട് നീങ്ങിയപ്പോൾ പെട്ടെന്ന് വഴി മാറി. ഇരുവശങ്ങളിലും വിശാലമായ ഈത്തപ്പഴത്തോട്ടങ്ങൾ പരന്നു കിടക്കുന്ന ഒരു മനോഹരമായ വഴിയിലേക്കാണ് ടാക്സി തിരിഞ്ഞു പോയത്. ആ റോഡിന് പ്രത്യേകതയുണ്ടായിരുന്നു. റോഡിൻ്റെ ഇരുവശവും മനോഹരമായ ഇൻ്റർലോക്ക് പാകിയിരിക്കുന്നു. അതിനു പുറമെ വഴിയിലൂടെ ഇരുവശങ്ങളിലേക്കും കണ്ണഞ്ചിപ്പിക്കുന്ന പൂച്ചെടികളും തല ഉയർത്തി നിൽക്കുന്ന ഈത്തപ്പഴ മരങ്ങളും ആ പാതയെ സ്വർഗതുല്യമാക്കിയിരുന്നു. മാഷാ അല്ലാ, അറിയാതെ അജ്മൽ പറഞ്ഞു പോയി. എഴുന്നേൽക്ക് ബുഷി, എഴുന്നേൽക്ക്. ആ കാഴ്ച ഒന്ന് നോക്ക്. നിറഞ്ഞ പുഞ്ചിരിയോടെ അജ്മൽ അവളെ തോട്ടത്തിലേക്ക് കൈ ചൂണ്ടിക്കാണിച്ചു. അതെ, കാറിൻ്റെ ഗ്ലാസ്സിലൂടെ പുറത്തു നോക്കിയ ബുഷിയുടെ കണ്ണുകൾ വിടർന്നു. പച്ചപ്പും ഈത്തപ്പഴങ്ങളുടെ സുഗന്ധവും നിറഞ്ഞ ആ വഴിയെ ടാക്സി മുന്നോട്ട് നീങ്ങുമ്പോൾ അവളുടെ മനസ്സിലെ സങ്കടങ്ങളെല്ലാം പൂർണ്ണമായും പമ്പ കടന്നിരുന്നു. അറബിയുമ്മയുടെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ലോകത്തേക്ക്, ആ പുണ്യഭൂമിയുടെ പടിവാതിൽക്കലേക്ക് അവർ സന്തോഷത്തോടെ എത്തിച്ചേരുകയാണ്. തണുത്ത കാറ്റും ഈത്തപ്പഴത്തോട്ടങ്ങളുടെ സുഗന്ധവും തലോടി കടന്നുപോയ ആ ഇടവഴിയിലൂടെ ടാക്സി വന്നു നിന്നത് അറബിയുമ്മയുടെ കൊട്ടാരം പോലുള്ള വലിയ വീട്ടുമുറ്റത്തായിരുന്നു. കാറിൻ്റെ വാതിൽ തുറന്ന് പുറത്തിറങ്ങാൻ പോലും സമയം കിട്ടിയില്ല. അതിനു മുമ്പേ തന്നെ ആ പടിവാതിൽക്കൽ സ്നേഹത്തോടെ കാത്തുനിന്ന അറബിയുമ്മ വേഗത്തിൽ അവരുടെ അടുത്തേക്ക് ഓടിയെത്തി. അതെ, ഡോർ തുറക്കുമ്പോഴേക്കും അറബിയുമ്മ ഓടിയെത്തിയിരുന്നു. ഉമ്മയുടെ മോളെ ബുഷി. ഉമ്മയുടെ ആ വിളിയിൽ ഒരു പെറ്റമ്മയുടെ മുഴുവൻ വാത്സല്യവും ഉണ്ടായിരുന്നു. കാറിൽ നിന്ന് പുറത്തേക്ക് കാല് കുത്തിയ ബുഷിയെ അറബിയുമ്മ ഇരു കൈകളും നീട്ടി വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മോളെ ബുഷി. ആ നിമിഷം അവരുടെ ഉള്ളിലെ സങ്കടങ്ങളെല്ലാം ഒരു പ്രവാഹം പോലെ പുറത്തേക്ക് വന്നു. പരസ്പരം കെട്ടിപ്പിടിച്ച് അവർ തേങ്ങിപ്പോയി. മാസങ്ങളായി അനുഭവിച്ച മാനസികമായ തകർച്ചയും സ്വന്തം വീട്ടിൽ നിന്ന് നേരിട്ട അവഗണനകളും നെഞ്ചിൽ നീറിപ്പുകഞ്ഞ വേദനകളും ആ ആലിംഗനത്തിൽ ലയിച്ചു ചേർന്നു. എൻ്റെ മോളെ, എൻ്റെ പൊന്നും മോളും എത്രമാത്രം അനുഭവിച്ച് തീർത്തു എന്ന് അറബിയുമ്മ അറബി ഭാഷയിലും സ്നേഹത്തോടെയുള്ള മലയാളത്തിലും മാറി മാറി ചോദിക്കുന്നുണ്ടായിരുന്നു. സലാം പറഞ്ഞ് മുഖത്തും നെറ്റിയിലും ഉമ്മ വെച്ച് ആ അറബിയുമ്മ ബുഷിയെ സ്വന്തം മകളെ പോലെ ചേർത്ത് പിടിച്ചു. അതെ, അറബിയുമ്മയുടെ നെഞ്ചിലേക്ക് ബുഷി മുഖമും അമർത്തി. അജ്മൽ അരികിൽ നിന്ന് കണ്ണീരിൽ കുതിർന്ന സ്നേഹക്കാഴ്ച കണ്ട് മനസ്സ് നിറഞ്ഞു പുഞ്ചിരിച്ചു. അവൻ്റെ കണ്ണുകളിലും ആനന്ദ കണ്ണീർ തുളുമ്പി നിന്നു. ചെറിയൊരു വിഷാദത്തിൻ്റെ മേഘങ്ങൾ ആ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നുണ്ടെങ്കിലും ആ സങ്കടത്തിന് പിന്നിൽ വലിയൊരു ആശ്വാസത്തിൻ്റെ വെളിച്ചമുണ്ടായിരുന്നു. കേരളത്തിലെ സ്വന്തം വീട്ടിലെ ചതിക്കുഴികളും അതെ, ആ വിഷാദ നിമിഷങ്ങളും ഉമ്മയുടെ ചതികളും എല്ലാം ഓർത്തപ്പോൾ ബുഷിക്ക് എന്തൊക്കെയോ തോന്നിപ്പോയി. അൻഷിഫിനോട് സ്വന്തം മകളുടെ ഭർത്താവാണെന്നുള്ള പരിഗണന ഇല്ലാത്തതും, മറിച്ച് ഏതോ ഒരു ഡോക്ടറെ സ്വന്തം മകനെ പോലെ സ്നേഹിക്കുന്നതും, അതെല്ലാം ബുഷിയുടെയും അജ്മലിൻ്റെയും മനസ്സിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കിയിരുന്നു. സ്വന്തം മാതാവിൻ്റെ കൽപ്പനകളാൽ പീഡിപ്പിക്കപ്പെട്ട ആ പെൺകുട്ടിക്ക് ഇവിടെ കിട്ടിയത് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഇടമാണ്. കാരണം പെറ്റുമ്മ വരെ അവളോട് ചെയ്ത ആ ഒരു ചതി അവൾക്ക് മറക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അറബിയുമ്മയുടെ ആ വലിയ കൊട്ടാരത്തിലേക്ക് അവർ 3 പേരും ഒന്നിച്ച് നടന്നു. അകത്തേക്ക് കയറുമ്പോൾ തന്നെ വീടിൻ്റെ വിശാലതയും അതിമനോഹരമായ അകത്തളങ്ങളും അവളുടെ കണ്ണുകളെ അത്ഭുതപ്പെടുത്തി. എങ്കിലും ആ കൊട്ടാരത്തിലെ ഏത് സ്വർണ്ണത്തറയേക്കാളും ഏത് ആഡംബരത്തേക്കാളും വിലമതിക്കുന്നത് ആ അറബിയുമ്മയുടെ സ്നേഹനിർഭരമായ മനസ്സാണെന്ന് ബുഷിക്ക് മനസ്സിലായി. യാത്രയുടെ മുഴുവൻ ക്ഷീണവും മനസ്സിലെ ആദി ആശങ്കകളും ആ കൊട്ടാരത്തിൻ്റെ വരാന്തയിൽ മാഞ്ഞുപോയി. അറബിയുമ്മ
അവൾക്ക് കുടിക്കാൻ തണുത്ത വെള്ളവും ഈത്തപ്പഴവും എടുത്തു നൽകി. സ്വന്തം മടിയിൽ തല ചായ്പിച്ച് കിടത്തി. മോളെ ബുഷി, ഇങ്ങോട്ട് വാ. മോള് ഉമ്മയുടെ അരികിലേക്ക് വാ. അറബിയമ്മയുടെ സ്നേഹത്തോടെയുള്ള ആ വിളി ബുഷിയുടെ മനസ്സിൽ 1000 പൂക്കൾ വിതറിയ പോലെ തോന്നി. മോളെ, എൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? മോൾ ഇങ്ങനെയൊന്നല്ലായിരുന്നല്ലോ, എന്ത് പറ്റി? കുട്ടി ആകെ ക്ഷീണിച്ചല്ലോ. അറബിയമ്മ സ്നേഹത്തോടെ അവളുടെ മുടിയിഴകൾ തലോടി. മോളെ, ഇനി മോള് ഒന്നുകൊണ്ടും വിഷമിക്കരുത്. അറബിയമ്മയോട് എല്ലാം തുറന്ന് പറയണം. നിന്റെ മനസ്സിൽ എന്ത് വിഷമാണ് എൻ്റെ കുട്ടിക്കുള്ളത്, അതെല്ലാം പറയണം. എന്തെന്നറിയില്ല, അറബിയമ്മ അവളെ ചേർത്ത് പിടിച്ചപ്പോൾ അവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരാശ്വാസം. അറബിയമ്മ, അതെ, അറബിയമ്മയുടെ അരികിൽ ആരൊക്കെ എത്തിക്കഴിഞ്ഞാലും അവർക്ക് ആശ്വാസമാണ്. ആ രീതിയിലുള്ള സ്വഭാവമാണ് അറബിയമ്മക്കുള്ളത്. പ്രത്യേകിച്ച് അശരണരെ, വിഷമങ്ങൾ അനുഭവിക്കുന്നവരെ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെ എല്ലാം ചേർത്ത് പിടിക്കാൻ അറബിയമ്മ തന്നെ വേണം. അതുകൊണ്ട് തന്നെ അറബിയമ്മയുടെ അരികിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ആശ്വാസമാണ്. ആശ്വാസം പകർന്ന അവരിൽപ്പെട്ടവരാണ് നമ്മുടെ നൂർ ഫാത്തിമ. അതെ, നൂർ ഫാത്തിമ ക്രിസ്തു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന്, എന്നാൽ അവളെ നമ്മുടെ നാഫി ഉസ്താദിൻ്റെ ഇണയാകുന്നതിന് മുമ്പേ ഏൽപ്പിച്ച സ്ഥലം അറബിയമ്മയുടെ വീടായിരുന്നു. അറബിയമ്മയുടെ വീട് എന്ന് വെച്ചാൽ അത് വല്ലാത്തൊരു സന്തോഷകരമായ വീടാണ്. അവിടെ ആരൊക്കെ തന്നെ എത്തിപ്പെട്ടാലും തീർച്ചയായും നല്ല രീതിയിൽ അവർക്കുള്ള സംരക്ഷണം നൽകിയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാൽ നൂർ ഫാത്തിമക്ക് താങ്ങായും തണലായി നിന്ന നമ്മുടെ അറബിയമ്മ, മുഹ്സിനക്ക്, അതുപോലെ ഹംദക്ക്, അങ്ങനെ ഒരുപാട് ആളുകൾക്ക് താങ്ങും തണലുമായ നമ്മുടെ അറബിയമ്മ ഇന്ന് ഇതാ നമ്മുടെ ബുഷിക്കും സാന്ത്വനമാവുകയാണ്. ബുഷിക്ക് വേണ്ടിയിട്ടും അവരുടെ സ്നേഹം ഒഴുകുകയാണ്. മോളെ, അറബിയമ്മ വിളിച്ചു. ആ വിളിയിൽ അവളുടെ മനസ്സ് നിറഞ്ഞു. അതെ, അറബിയമ്മ അവളെ വിളിച്ചു. മോള് ഫ്രഷായി വാ, ഉമ്മൻ്റെ കുട്ടിക്ക് ദാ ഈ ഡ്രസ്സ് ഇട്ടോളി എന്ന് പറഞ്ഞ് അറബിയമ്മ അവൾക്ക് നല്ലൊരു ഡ്രസ്സും കൊടുക്കുന്നു. സ്നേഹത്തോടെ ആ ഉമ്മയുടെ വാക്ക് കേട്ടപ്പോൾ അവൾ കണ്ണു നിറഞ്ഞു. അവളുടെ പഠിച്ചോനെ, ഇന്നെ സ്നേഹിക്കണ ഒരാളെങ്കിലും ഉണ്ടല്ലോ ഈ ദുനിയാവിൽ എന്ന് വിചാരിച്ച് അങ്ങനെ അതാ അവൾ ഫ്രഷ് ആകുവാൻ വേണ്ടി പോകുന്നു. അറബിയമ്മ കൊടുത്ത ഡ്രസ്സ് അവൾ വാങ്ങുന്നു. മോളെ, ഒരുപാട് സംസാരിക്കാനുണ്ട്. മോള് ഫ്രഷായി ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങോട്ട് വാ, എന്നിട്ട് എൻ്റെ കുട്ടിയെ ഞാൻ നോക്കിക്കോളാം. അറബിയമ്മ സ്നേഹത്തോടെ ബുഷിയോട് പറഞ്ഞു. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.